ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദൈവജന ശുശ്രൂഷയിലൂടെ, ദൈവിക കൂട്ടായ്മയിലൂടെ നിങ്ങൾ കാണിക്കുന്ന താല്പര്യങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ഈ ദൈവിക സന്ദേശങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. വിശേഷാൽ ഇന്നത്തെ ദിവസവും ഇന്നൊരു നല്ല പ്രഭാതം അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോടൊപ്പം, ദൈവവചനത്തോടൊപ്പം നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹത്തോടെ തുടങ്ങാം. സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെല്ലാവരും സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം ശത്രുവിൻ്റെ പ്രശ്നങ്ങളാൽ വളരെ കഷ്ടത അനുഭവിക്കുകയും വളരെയധികം നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അതിൽ നിന്നെല്ലാം വിടുവിക്കാൻ മതിയായവനാണ്. ദൈവം നിങ്ങളെ എല്ലാം അതിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുക. അബ്രഹാമിന് തലമുറകളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നതായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ മുൻപിൽ പ്രത്യക്ഷനാകുകയാണ്. നമുക്കിന്ന് പകലിലൊന്ന് പറയാൻ കഴിയട്ടെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയത്തെ നടത്തുവാനും ഏതെങ്കിലും ഒരു വിഷയത്തെ നടത്താൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുവാൻ അങ്ങനൊരു ദൈവമല്ല. ഒരു വിഷയത്തെ ചെയ്യുവാനും ചില വിഷയങ്ങളെ ചെയ്യാൻ കഴിയാത്തവനുമായിട്ടല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സർവശക്തനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, എല്ലാത്തിനും കഴിയുന്നൊരു ദൈവമാണ്. തലമുറകളില്ലാത്ത അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തലമുറകൾ നൽകുവാനും ദൈവത്തിന് അധികാരവും കഴിവുമുണ്ട്. ദൈവം അബ്രഹാമിന് തലമുറകൾ നൽകി, ഒത്തിരി തലമുറകൾ നൽകി. ഇത് നമുക്കും പറയാം. നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും പോരാട്ടങ്ങളുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, പൈശാചിക മണ്ഡലത്തോടാണ്. എന്നാൽ പൈശാചിക മണ്ഡലം, ശത്രു എത്ര പ്രബലനായിരുന്നാലും അതിനേക്കാൾ ഏറ്റവും സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബത്തിന്, ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായിരിക്കുന്ന സർവശക്തിയുള്ള ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ആവശ്യങ്ങൾ ഒട്ടനവധി ഉണ്ട്. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം നടുവിൽ അത്ഭുതകരമായി നിങ്ങളെ നടത്താൻ കഴിയുന്നൊരു സർവശക്തനായ ദൈവം നിങ്ങളോടൊപ്പം. ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചു കൊടുക്കാം. എത്ര വലിയ തലമുറകളുടെ ആവശ്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണെങ്കിലും, എത്ര വലിയ ആവശ്യങ്ങളാണെങ്കിലും അതിനെയെല്ലാം നന്നായി നടത്തുന്ന അധികാരവും കഴിവുമുള്ള ശക്തിയുള്ള സർവശക്തിയുള്ളൊരു ദൈവം നമുക്കുണ്ടല്ലോ. നമ്മൾ ഭാരപ്പെടുവാൻ സംഗതി ഉണ്ട് എങ്കിലും നമുക്ക് ഭാരമില്ല എന്ന് പറയാൻ കഴിയുമോ? എനിക്ക് ഭാരമില്ല, കാരണം സർവശക്തനായ ഒരു ദൈവം എനിക്കുണ്ട്. ഭാരമേറിയ പ്രശ്നങ്ങളുടെ നടുവിലും പറയാൻ കഴിയുമോ? എനിക്കൊരു സർവശക്തനായ ദൈവമുണ്ട്. നമുക്ക് പറയാം, പ്രിയമുള്ളവരെ, ഞങ്ങൾക്കൊരു സർവശക്തനായ ദൈവമുണ്ട്. ഈ ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അറിയുകയും ഏത് അവസ്ഥകളെയും, ഏത് നിരാശയുടെ അവസ്ഥകളെയും, ഏത് ഭയത്തിൻ്റെ അന്തരീക്ഷത്തെയും, ഏത് പ്രശ്നങ്ങളുടെ അന്തരീക്ഷത്തെയും, പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഭയത്തെ മാറ്റുവാനും ആശ്വാസം തരുവാനും വിടുതൽ തരുവാനും പ്രാർത്ഥിച്ച് മറുപടി നൽകുവാനും
ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകുവാനുമൊക്കെ ഒരു സർവശക്തനായ ദൈവം ഞങ്ങൾക്കുണ്ട്. നമുക്ക് നമ്മുടെ തലമുറകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കാം, നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. ഇന്ന് പകലിലും കർത്താവിൻ്റെ അത്ഭുതം കാണുവാനായിട്ടിടയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ പിതാവേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കുന്ന ദൈവമാകയാൽ നന്ദി. ഞങ്ങളെല്ലാവരും സഹായിക്കുന്ന ദൈവമാകയാൽ നന്ദി. അബ്രഹാമിൻ്റെ മുൻപിൽ ഞാൻ സർവശക്തനായ ദൈവമാകുന്നെന്ന് പറഞ്ഞ് പ്രത്യക്ഷനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവം മാറ്റമില്ലാത്തവനായി ഇന്നും സർവശക്തനായ ദൈവമായിട്ട്, ഞങ്ങളുടെ ദൈവമായിട്ട്, ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ദൈവമായിട്ട് ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. വിശേഷാൽ കർത്താവാം ദൈവമേ, ഈ പുതിയ ദിവസം ഒരു അനുഗ്രഹമായി തീരട്ടെ. അസാധ്യങ്ങൾ സാധ്യമായി, അത്ഭുതങ്ങളെ കാണുന്ന പുതിയ പകലായി തീരട്ടെ. പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന അങ്ങയുടെ പ്രവൃത്തി കാണുന്ന പകലായി തീരട്ടെ. കർത്താവേ, ശത്രു എത്ര വലിയ പ്രബലനായിട്ട് ശക്തിയോടെ പ്രവർത്തിച്ചാലും അതിനെയെല്ലാം നീക്കുപോക്ക് അയച്ചുകൊണ്ട് വിടുതൽ നൽകുവാൻ കഴിയുന്നൊരു സർവശക്തനായ ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങയെ സ്തുതിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളിലും അങ്ങ് അത്ഭുതങ്ങൾ ചെയ്താട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. കർത്താവെ, വിശേഷാൽ കർത്താവിൻ്റെ നാമം ഏറ്റവും ഉയരപ്പെടത്തക്ക നിലകളിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ഒരു സർവശക്തൻ ഉണ്ട്. കർത്താവെ, ആ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവനും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മറുപടി നൽകുന്നവനും അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനുമാകെ കർത്താവെ ആണ് എന്ന് ഞങ്ങൾക്ക് അനേകരുടെ മധ്യേ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിൻ്റെ വലിയ സർവശക്തനായ ദൈവത്തിൻ്റെ മറുപടികളും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവമുണ്ട്. ആ ദൈവം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായിരിക്കുന്ന ദൈവമാണ്. ദൈവം സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ സർവ അനുഗ്രഹത്താലും നിറച്ച് ഒരു ദിവസം അനുഗ്രഹമാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.